വെൽക്കം ടു എൻ എപ്പിസോഡ്. സോ നമ്മളിന്ന് പതുക്കെ സംസാരിക്കുന്നത് നമ്മൾ പുറത്താണ് ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറയുന്നത്. എൻ്റെ പേരാണ് കൗഫ്ലൈൻ, ഫേമസ് സൂപ്പർ മാർക്കറ്റ് ഇൻ ജർമ്മനി. എല്ലാവരോടും ചോദിച്ച് ഇത് അറിയാൻ പറ്റും. എല്ലാവരോടും അല്ല, ജർമ്മനിയിലുള്ളവരും ചോദിച്ചു. സോ ഇവിടെ നമ്മുടെ നാട്ടിലെ ലുലുവൊക്കെ പോലെ എല്ലാ സാധനവും കിട്ടും. എല്ലാം ക്യാപ്ചർ ചെയ്യാൻ പറ്റുമോയെന്ന് അറിഞ്ഞുകൂടാ, ബട്ട് ബിറ്റ്സ് ആൻഡ് പീസസ് കാണിക്കാം. നമ്മൾ ഷോപ്പിംഗ് ചെയ്യാനുള്ള ട്രോളി എടുക്കണമെങ്കിൽ €1 ഇടണം. ആദ്യം നമ്മൾ യൂസ്ഡ് പ്ലാസ്റ്റിക് ബോട്ടിൽസ് എങ്ങനെയാണ് റീസൈക്കിൾ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. നമ്മൾ ബോട്ടിൽസ് മേടിക്കുമ്പോൾ അവർ റീസൈക്കിൾ ചെയ്യാനുള്ള ക്യാഷും കൂടി അതിൻ്റെ കൂടെ മേടിക്കും. അപ്പോൾ ലേറ്റർ നമുക്കത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് വിൽ ഗെറ്റ് ബാക്ക് ദ മണി നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ബോട്ടിൽസ് ഇട്ട് കഴിയുമ്പം ഈ ഫാൻ്റെ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു റെസീറ്റ് കിട്ടും. അതിൽ ആ എമൗണ്ട് എഴുതിയിട്ടുണ്ടാവും. ആദ്യം നമ്മൾ കയറുമ്പോൾ ഓബ്സ്റ്റ് und Gemüse കാണാൻ പറ്റും. സോ ഓറഞ്ച്, അനനാസ്, പിന്നെ പപ്പായാസ്, കൊക്കോനസ്, ബനാന, എർഡ്ബെറി, ട്രൗബ്, ബ്ലൗബെറി, വാട്ടർമെലോണ്, ഗൂർക്ക, ടൊമാറ്റൻ, ഐസ്ബർഗ് സലാഡ്, അങ്ങനെ കുറേ. ഇപ്പോൾ നമ്മൾ ഇങ്ക്വെയർ മേടിച്ചു. അപ്പം നമ്മൾ ഇവിടെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഇതുപോലെ ഒരു വെയിങ് മെഷീനിൽ വന്നിട്ട് ഇങ്ങനെ വെക്കണം. അപ്പോൾ അതിൻ്റെ എത്ര വെയിറ്റ് അനുസരിച്ച് നമുക്കിതുപോലെ ഒരു പേപ്പർ കിട്ടും. അത് നമ്മൾ സ്റ്റിക്ക് ചെയ്യണം. അതായിരിക്കും അതിൻ്റെ പ്രൈസ്. ഇവിടെ നമുക്ക് ട്രോക്കൻ ഫ്രൂഷ്ടെ വി മാംഗോസ്, അനനാസ്, ബനാന, ഡാറ്റ്ലിൻ und Knabberei വി നുസെ കാണാൻ പറ്റും. പിന്നെ നമുക്കിവിടെ ബ്രോഡ്ഷൻ und Gebäck കാണാം. Hier sieht man Geflügelprodukte wie Hähnchen, Putte, Rindfleisch und so weiter. പിന്നെ നമുക്കിവിടെ ഫ്രോസൺ കേക്ക്സും പേസ്ട്രീസും വേറെ യൂറോപ്യൻ കൺട്രീസ് എന്നുള്ളതൊക്കെ കിട്ടും. പോർച്ചുഗൽ, പിന്നെ ഇറ്റലി, അവിടെ നിന്നൊക്കെ ഉള്ളതൊക്കെ ഉണ്ടാവും. പിന്നെ നമുക്ക് ഇവിടെ കുറേ വെറൈറ്റി ഓഫ് ഐസ്ക്രീംസ് കിട്ടും. ഇപ്പം സമ്മർ സ്പെഷ്യൽ ആയതുകൊണ്ട് ഐസ് പോപ്സ് ഒക്കെ കിട്ടും നമുക്ക്. യൂഷ്വലി നമുക്കിവിടെ ഫിഷ് കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഫ്രോസൺ ഫിഷാണ് മേടിക്കുക. ഇതിപ്പോൾ ഡൊറാഡേ എന്ന് പറഞ്ഞ ഫിഷാണ്. പിന്നെ ഫൊറല്ലെ, സാർഡീൻസൊക്കെ കിട്ടും. പിന്നെ ഇപ്പോൾ ഇവിടെ ഞങ്ങൾ കാണുന്നതാണ് വെറൈറ്റി ഓഫ് ഫ്രൂസ്റ്റൂക്ക് ഫ്ലോക്കൻ. അപ്പോൾ നമുക്കിപ്പോൾ ഇതാ കെലോഗ്സിൻ്റെ ഉണ്ട്, പിന്നെ വേറെ കുറേ ബ്രാൻഡ്സ് ഉണ്ട്. പിന്നെ നമുക്കിവിടെ കുറേ ഇങ്ങനെ കിൻഡറിൻ്റെ ഒരു വണ്ടർലാൻഡ് തന്നെ കാണാൻ പറ്റും. നാട്ടിൽ നമ്മൾ കിൻഡർ ജോയ് കാണാറില്ലേ, അതിൽ ആ കിൻഡറിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? ജർമ്മനിൽ അതിൻ്റെ അർത്ഥം ചിൽഡ്രൻ എന്നാണ്. അപ്പം ചിൽഡ്രൻസ് ജോയ് അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അതുപോലെ നമുക്ക് വെറൈറ്റി ഓഫ് ചോക്ലേറ്റ്സ് ഫ്രം ബെൽജിയം, നെതർലാൻഡ്, സ്വിറ്റ്സർലാൻഡ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് കണ്ടോ കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാസ്ത കിട്ടും ഇവിടെ. അത് ഇവിടുത്തെ ആൾക്കാരുടെ ഒരു മെയിൻ
ഡിന്നർ വിഭവമാണ്. സോ അതിൻ്റെ പല തരമുണ്ട്. അതിൽ യൂസ് ചെയ്യുന്ന സോസുകൾ, വെറൈറ്റി സോസുകളുണ്ട്. ഇപ്പം പെസ്റ്റോ, പിന്നെ ടൊമാറ്റോ പേസ്റ്റിൻ്റെ വെറൈറ്റി ടൊമാറ്റോ പേസ്റ്റ്സ് ഒക്കെ ഉണ്ട് ഇവിടെ. അതാണ് ഇവർ ഡിന്നറിനൊക്കെ യൂസ് ചെയ്യുന്നത്. ഇതാണ് വാഷ് ആൻഡ് പുട്സ് മെറ്റൽ, അതായത് നമ്മുടെ ക്ലീനിങ് പ്രോഡക്ട്സ് ഒക്കെ കിട്ടുന്ന സെക്ഷൻ. പിന്നെ നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മുടെ സ്റ്റേഷനറി ഐറ്റംസ്. അത് നാട്ടിലത്തെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് പ്രൈസ് കൂടുതലാണ് ഇവിടെ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൂൾ ടൂട്ടെ എന്ന് പറയും ഇതിന്. അതായത് ജർമ്മനിയിൽ ആദ്യമായിട്ട് സ്കൂളിൽ പോണ പിള്ളേർക്ക് ഈ ടൂട്ടയിൽ, അതായത് ഈ ഒരു കോൺ പോലത്തെ ഇതിൽ സ്റ്റേഷനറി ഐറ്റംസും സ്വീറ്റ്സും ചെറിയ ടോയ്സൊക്കെ വെച്ചിട്ട് കൊടുക്കും. അപ്പം സ്കൂൾ ഫൺ ആൻഡ് എക്സൈറ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, നമ്മൾ ഫസ്റ്റ് മറ്റേ ബോട്ടിൽസ് കൊടുത്തൊരു റെസീറ്റ് കിട്ടിയില്ലേ? ആ റെസീറ്റ് നമ്മൾ ഇനിയിപ്പോൾ കൗണ്ടറിൽ കൊടുക്കുക, നമ്മുടെ സാധനമൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ അത് കൊടുക്കുമ്പോൾ നമ്മൾ ആ കാശ് നമുക്ക് മൈനസ് ചെയ്ത് കിട്ടും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ 10 യൂറോയ്ക്ക് സാധനം മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ റെസീറ്റിൽ 4 യൂറോ നമുക്ക് ബാക്കി കിട്ടുന്നുണ്ടെങ്കിൽ അത് മൈനസ് ചെയ്ത് നമ്മൾ 6 യൂറോ കൊടുത്താൽ മതി. കുറേ നാൾക്ക് ശേഷം എല്ലാം കഴിക്കാൻ പോവാണ്. ഒരു സ്മോൾ കപ്പ് കേക്ക് പോലെ ഇരിക്കാം, ബട്ട് ഉള്ളിൽ വൈറ്റ് സോറി ഞങ്ങളുടെ കാർട്ടൂൺ അനിമയിൽ കുറച്ച് സാങ്കേതിക തകരാറുള്ളതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം. ട്രൈ ചെയ്ത് നോക്കാം. ഇതുവരെ ആരും മേടിച്ചിട്ടില്ലെങ്കിൽ അത് ട്രൈ ചെയ്യണം. ഇതിപ്പോൾ എല്ലായിടത്തും ഫേമസ് ആണ്. ബട്ട് സ്റ്റിൽ ഇഫ് യു ഹാവ് നോട്ട് ട്രൈഡ്, you have to try this chocolate. It's so tasty. ഉള്ളിലൊരു ഹേസൽനട്ട് ഉണ്ടാവും. Yeah. It's so good. ഹലോ, എനിക്കൊന്ന് തരാം. നമ്മൾ ആദ്യം 1 യൂറോ ഇട്ട് ട്രോളി എടുത്തില്ലായിരുന്നോ? ഇനി നമുക്ക് ആ 1 യൂറോ തിരിച്ച് മേടിക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്താൽ മതി. അപ്പം നമ്മൾ ഇറങ്ങുവാണ്. നല്ല മഴയാണ്. അയ്യോ, ഇപ്പൊ ഇടിച്ചാല്. അപ്പൊ ലെറ്റ്സ് ഗോ. ബൈ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ലാസ്റ്റ് മിനിറ്റ് ഒരു ഏഷ്യൻ ഷോപ്പിൽ കയറി നമ്മുടെ അടുത്തുള്ള. അവിടെ നമുക്കിങ്ങനെ കുറേ നാട്ടിലുള്ള സാധനമൊക്കെ മേടിക്കാൻ കിട്ടും. പരിപ്പ്, പയറ്, അരി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ ഇത് മസാലപ്പൊടികൾ, പിന്നെ പുളി, ക്യാൻഡ് ഫുഡ്സൊക്കെ ഉണ്ട്. പിന്നെ ഇതുണ്ടോ ഉണക്കമീൻ, ഫ്രോസൺ ഫിഷ്, ഞണ്ട്, പിന്നെ ഫ്രോസൺ പൊറോട്ട, കപ്പ, സമൂസ, പിന്നെന്താ അതൊക്കെ കിട്ടണം. സാമ്പാറിൻ്റെ ഒക്കെ ഇങ്ങനെ ഫ്രോസണായിട്ട് കിട്ടും. പിന്നെ നമ്മുടെ നാടൻ പച്ചക്കറികൾ, തേങ്ങ, സ്വീറ്റ് പൊട്ടാറ്റോ, ചെറിയുള്ളി, ചേന, പഴം, നാട്ടിലെ പഴം, നേന്ത്രപ്പഴമൊക്കെ കിട്ടും. പിന്നെ ഇത് കണ്ടോ നിങ്ങൾ, നെല്ലിക്കയൊക്കെ കിട്ടും. പിന്നെ നമുക്കിവിടെ ലഡ്ഡു, ജിലേബി അതൊക്കെ കിട്ടും. പിന്നെ നമ്മുടെ നാടൻ പച്ചമുളക്.